ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ജയപാലൻ തൻ്റെ മകൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് വിനീതിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. വിനീതിനോട് അഹങ്കാരം നിറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിനീത് ഇപ്പം പഴയ വിനീതല്ല. കൂർക്കിക്കൊള്ളുന്ന മറുപടി തന്നെ ജയപാലനും മകനും നൽകുന്നുണ്ട്. ഇതേസമയം നമ്മുടെ കാവേരി വീട്ടിൽ ചെന്ന് യമുനയോട് കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയാണ് കേട്ടോ. നീ കളത്തിലിറങ്ങിയാൽ മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഉൾപ്പെടുത്തി നിനക്കൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ യമുന നിന്ന് കരയാണ്. ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ വിനീതേട്ടനെ പുറത്തിറക്കാനായിട്ട് സാധിക്കില്ല. ഒരു സഹായത്തിന് നിവിൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ പോലീസുകാർക്കും ജയപാലനും ഒരുപോലെ ടെൻഷനാകും. കാരണം നീ ഒരു പരാതി കൊടുത്താൽ അത് സ്ട്രോങ് ആയിരിക്കും. വിശാലിനെ അകത്തിടാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാകും താനും. അതുകൊണ്ട് വിനീതേട്ടനെ പുറത്തിറക്കാനായിട്ട് ആ ജയപാലൻ തന്നെ നമ്മുടെ മുന്നിൽ കോംപ്രമൈസിന് വരും. അതെനിക്ക് ഉറപ്പാ എന്ന് കാവേരി പറയാം. ചേച്ചിക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ വിനീതേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ ചേച്ചി. ഞാൻ കാരണം പാവം വിനീതേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല. എനിക്കത് സഹിക്കില്ല എന്ന് യമുന പറയാം. അപ്പം വീട്ടിൽ ആരോടും പറയാതെയാണ് കാവേരി യമുനയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോൾ യമുനയുമായിട്ട് വരുന്ന കാവേരി കാണുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്നൊരു ചിന്ത ജയപാലൻ്റെ മകൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ പോലീസുകാരൻ വീണ്ടും അഹങ്കാരത്തോടു കൂടി കാവേരിയോട് സംസാരിക്കുക. വീണ്ടും വന്നോ, ഇവിടെ നീ എത്ര കയറി ഇറങ്ങിയിട്ടും ഒരു കാര്യമില്ല എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കാവേരി പറയും, ഞാനിവിടെ വന്നത് എൻ്റെ അനിയത്തിക്ക് നീതി മേടിച്ചു കൊടുക്കാനാ. സാറിന് അത് സാധിച്ചില്ലെങ്കിൽ ഇതിനു മുകളിലും പോലീസുകാരും സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അവിടെ പോയി പരാതിപ്പെട്ടോളാം എന്ന് പറയണം. അപ്പം പോലീസുകാരൻ എന്താ കാര്യമെന്നറിയാൻ കാവേരി പറയുന്നത് കേൾക്കാനായിട്ട് നിൽക്കാം. അപ്പം കാവേരി യമുനയോട് പറയും, നിനക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നീ പറയണം എന്ന് പറയാം. അപ്പം യമുന പറയും, സാർ യഥാർത്ഥത്തിൽ വിനീതേട്ടൻ നിരപരാധിയാണ്. എന്നെ രക്ഷിക്കാൻ മാത്രമേ എൻ്റെ വിനീതേട്ടൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് യമുന പറയാം. ഏതൊരാങ്ങളെയും സ്വന്തം പെങ്ങള് ഒരു അപകടത്തിൽപ്പെട്ടാൽ പ്രവർത്തിക്കുന്നത് വിനീതേട്ടൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇവനാ എന്നെ കള്ളം പറഞ്ഞ് മാർത്താണ്ഡത്ത് ഒരു ഫാം ഹൗസിൽ കൊണ്ടേ പൂട്ടിയിട്ടതും ശാരീരികമായി എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. എൻ്റെ വീട്ടുകാർ എന്നെ കണ്ടെത്തി അവൻ്റെ കയ്യിൽ നിന്നും എന്നെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി വന്നു. ആ സമയത്ത് കശപിശയിലുണ്ടായതാ ഇവനെ വിനീതേട്ടന് തല്ലേണ്ടതായിട്ട് വന്നതും എന്ന് പറയാം. അല്ലാതെ എൻ്റെ വിനീതേട്ടൻ മനഃപൂർവ്വം ഇവനെ കയറി അടിച്ചിട്ടില്ല എന്ന് യമുന വീണ്ടും പറയാണ്. കേൾക്കുമ്പോൾ ജയപാലന് ഭയം തോന്നുവാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണോ എന്നുള്ളൊരു ചിന്ത വരിക. ജയപാലനാണെങ്കിൽ പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇതൊക്കെ വെറും കള്ളക്കേസ് മാത്രമാണ് സാർ. ഇപ്പം എങ്ങനെയെങ്കിലും ഇവനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ അനിയത്തെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനൊരു കള്ളക്കഥ പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഈ കുട്ടി ചെയ്യുന്നത്? സ്വന്തം മാനം വെച്ചിട്ടാണ് ഇവളൊക്കെ കളിക്കുന്നത്. അത്രയ്ക്കും തരം താഴ്ന്ന കുടുംബമാണ്. നമ്മളെപ്പോലുള്ള മാന്യന്മാർക്കൊന്നും ഇവരുമായിട്ട് ഇടപെടാൻ പോലും കൊള്ളത്തില്ല എന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ സാറിന് പരാതി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും ഇവളെ എൻ്റെ അനിയത്തിക്ക് നീതി കിട്ടാനായിട്ട് ഇതിന് മുകളിലുള്ള ഏതെങ്കിലും പോലീസുകാരുമായിട്ട് പരാതിപ്പെട്ടോളാം സാർ എന്ന് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് മാർത്താണ്ഡത്താ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയും പരാതി കൊടുത്തോളാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ജയപാലന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണോ എന്നൊരു ചിന്ത വരികയാണ് കേട്ടോ. താൻ എന്തൊക്കെ ചെയ്താലും കാവേരി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ മകനെ കണി കാണാൻ പോലും തനിക്ക് കിട്ടില്ല എന്നുള്ള ബോധ്യം ജയപാലനുണ്ട്. കാരണം ഇത് പെണ്ണ് കേസാണ്. അതിൽ നിന്നും ഒരു വിധത്തിലും വിശാലിനെ ഊരിയെടുക്കാനായിട്ട് പറ്റില്ല എന്ന് പോലീസുകാരൻ ജയപാലനെ അങ്ങ് വിളിക്കുക. എന്നിട്ട് കാവേരിയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. ഈ കുട്ടികൾ പറയുന്നത് സത്യമാണോടോ എന്ന് ചോദിക്കുക. അത് പിന്നെ സാർ, ഒരു തെറ്റിദ്ധാരണ അത്രേ ഉള്ളൂ. ആ പെണ്ണ് ഇവന്റെ പിന്നാലെ ചെന്നതാ. ഇവൻ ചെറുതായിട്ടൊന്ന് പൂട്ടിയിട്ടു എന്നും കരുതി ഇവൻ ഇങ്ങനെ അടിച്ച് കൊല്ലാനാക്കാൻ എന്ത് അവകാശം ഇവർക്കുള്ളത് എന്ന് പറയാം. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ എനിക്ക് മനസ്സിലായി ജയപാല എന്ന് ആ പോലീസുകാരൻ പറയാം. ഇതേ എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. കണ്ടിടത്തോളം ആ പെണ്ണ് കാവേരി ആളത്ര പാവമൊന്നുമല്ല. അവൾക്ക് അത്യാവശ്യം നിയമമൊക്കെ വശം ഉണ്ട് താനും. ആ അനിയത്തി കൊച്ച് ഒരു പരാതി അങ്ങ് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ആയുഷ്കാലം തൻ്റെ മകനെ ജയിലിൽ കിടക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ജയപാലന് നല്ല ഭയം തോന്നുക. ഇപ്പം ഞാൻ എന്താ സാർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. വേറെ എന്ത് ചെയ്യാൻ, അവരുമായിട്ടൊന്നും നയത്തിൽ സംസാരിക്കുക. ആ ചെറുക്കനെ വിനീതിനെ വെറുതെ വിടാന്ന് പറ. ഇപ്പം അതല്ലാതെ വേറെ മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കോംപ്രമൈസ് താൻ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ജയപാലനും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്. കാവേരി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തനിക്കൊന്നും ചെയ്യാൻ
പറയാനായിട്ട് സാധിക്കില്ല. താനിപ്പം കാവേരിയും കൊടുക്കാൻ നോക്കിയിട്ട് തനിക്ക് തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. എന്താ സാർ നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കുന്നത്? ഞാൻ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണോ എന്ന് ചോദിക്കാം. എനിക്ക് ഇവിടുന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണെന്നും കൂടി ഞാൻ വ്യക്തമാക്കിക്കൊള്ളാം. സാറിന്റെ തൊപ്പി തറക്കുന്ന കേസാ ഇത് പറയാം. അത് കേൾക്കുന്ന പോലീസുകാരൻ പറയും, എന്താ കുട്ടി ഇത്? ഞാനൊരു കാര്യം പറയാം, ഇങ്ങനൊരു പരാതി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ അനിയത്തിയുടെ ഭാവിയെ കൂടി ബാധിക്കും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് എടുത്ത് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാം. കോടതി ചോദിക്കുന്ന പല ചോദ്യങ്ങളും കേൾക്കുമ്പം ഈ കുട്ടി തന്നെ തൊലി ഉരിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അതുമാത്രമോ ഇവന്റെ കൂടെ എന്തിനു പോയി എന്നൊരു ചോദ്യം വരും എന്ന് പറയാം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാർ. സാറിനിപ്പം പരാതി എഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ജയബാലൻ വേറെ വഴിയില്ലാതെ കാവേരിയുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു പരാതി പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ പിന്നാലെ ചെന്ന ഇവളെ പറ്റി ഈ നാട്ടിൽ മുഴുവനും അപകീർത്തിപ്പെടും. നാട്ടിൽ മാത്രമല്ല കോടതിയും അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. ഇപ്പം നിനക്കെന്താ വേണ്ടത്? ഇവനെ പുറത്തിറക്കണം. കൊടുത്ത പരാതി ഞാനങ്ങ് പിൻവലിച്ചോളാം. വിനീതിന് എൻ്റെ മകനെ ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് ഞാനൊരു പരാതിപ്പെട്ടത്. അവനൊരു ചെറിയ തെറ്റ് ചെയ്തെന്നും കരുതി ഈ രീതിയിൽ തല്ലാൻ വിനീതിന് എന്ത് അവകാശമുള്ളത്? അതുപോലെ ഈ പരാതി നീയും അങ്ങ് കൊടുക്കാതിരുന്നാൽ പ്രശ്നം തീരും എന്ന് പറയാണ്. പിന്നെ ജയബാലനെ തോൽപ്പിച്ചു എന്ന് നീ കരുതണ്ട എന്ന് കാവേരിയോട് പറയാം. അത് തന്നെയാ ജയബാലൻ സാറേ എനിക്കും പറയാനുള്ളത്. എതിരെ നിൽക്കുന്നത് കാവേരിയാണെന്ന ചിന്തയോടെ വേണം സാറും മുന്നോട്ട് പോകാൻ. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് തന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ അരവിന്ദന്റെ മകളാകും? ഞാൻ അവസരം വരുമ്പം താനിക്കുള്ളത് തന്നോടാടോ എന്ന് പറയാം. അങ്ങനെ പോലീസുകാർ നമ്മുടെ വിനീതിനെ വെറുതെ വിടാണ് കേട്ടോ. അപ്പൊ വിനീതും വിജയശ്രീ ലാളിതനായി ജയബാലന്റെയും വിശാലിന്റെയും മുന്നിലൂടെ അങ്ങ് പോവാം. അപ്പൊ വിശാലിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാച്ചാ ആ കേസ് പിൻവലിച്ചത് എന്ന് ചോദിക്കുക. ഇതിപ്പം അവരുടെ എല്ലാം മുന്നിൽ എൻ്റെ അച്ഛൻ വീണ്ടും തോറ്റില്ലേ എന്ന് പറയാം. എടാ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇത് പെണ്ണ് കേസാ. അവരുടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ പിന്നെ ദൈവം തമ്മിനെ വിചാരിച്ചാൽ പോലും നടക്കില്ല. എനിക്ക് പണമുണ്ട്, ഹോൾഡ് ഉണ്ട് എന്നും കരുതി ഇങ്ങനെയുള്ള കേസിലൊന്നും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ലടാ എന്ന് പറയണം. അത് കേൾക്കുമ്പം തൻ്റെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാകുന്ന വിശാല് അടങ്ങി നിൽക്കുക. നീ സമാധാനപ്പെട്, ഇവരൊക്കെ എവിടെ വരെ പോകും? ഈ പുഷ്പവാടിയിൽ ജയബാലന്റെ കീഴിൽ തന്നെയല്ലേ ഇവർ ജീവിക്കുന്നത്. സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല ഒറ്റ ഒരെണ്ണത്തിനെയും ഞാൻ എന്ന് ജയബാലൻ വാശിയോടുകൂടി പറയണം. ഇതേസമയം വിനീതുമായിട്ട് നമ്മുടെ യമുനയും കാവേരിയും കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുക. അപ്പം വിനീത് വന്നതിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടെങ്കിലും ശാരദ പെട്ടെന്ന് തന്നെ കാവേരിയുടെ മുന്നിലേക്ക് കയറി നിന്നിട്ട് ചോദിക്കും. പെട്ടെന്ന് വിനീത് പറയും, കാവേരി യമുനയും കൂട്ടി വന്ന കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് എന്നെ വിട്ടയച്ചതെന്ന്. മോൻ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു വക്കീലിനെ വെച്ച് മോനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ലേ? ഈ യമുനയും കൂട്ടിക്കൊണ്ട് എന്തിനാ ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്? ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ നീ ചെയ്തത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ശാരദ കാവേരിയോട് പറയാം. അപ്പോൾ യമുന പറയും, അമ്മേ വേറെ വഴി ഉണ്ടായിരുന്നില്ല, വിനീതേട്ടനെ രക്ഷപ്പെടുത്തണ്ടേ എന്ന് ചോദിക്കുക. സത്യാവസ്ഥകളെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാ വിനീതേട്ടനെ അവര് വെറുതെ വിട്ടത് എന്ന് പറയണ. എന്തിന്? ഞാൻ പറഞ്ഞതാ നിന്നോട്. ജയപാലൻ അയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളതാ, ഹോൾഡും ഉണ്ട്. ഇനിയിപ്പം ഇത്രയും ചെയ്തതിന് അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ കാവേരി പറയും, വിശാലിനെതിരെ പരാതി ഒന്നും കൊടുത്തില്ല, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ കോംപ്രമൈസുമായിട്ട് അയാളെ എൻ്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് വിനീതേട്ടനെ വെറുതെ വിടുകയും ചെയ്തു. അയാൾക്ക് ഭയമുണ്ട്, കേസ് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മകൻ ശിക്ഷിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് വിട്ടയച്ചത് എന്ന് കാവേരി പറയണം. എന്നും കരുതി ഈ പനി പിടിച്ച് കിടക്കുന്ന കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന എന്ത് കാര്യമാണ് നിനക്കുണ്ടായിരുന്നത്? പേടിച്ച് വിറച്ച് ഇന്നലെ കൂടി അവൾ ഏതവസ്ഥയിലായിരുന്നെന്ന് നീ കണ്ടതല്ലേ എന്ന് ചോദിക്കാം. അപ്പം കാവേരി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഗംഗയ്ക്കും ദേഷ്യം വരിക. വിനീത് വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മോനെ, പക്ഷേ വേറെ ഒരു വഴി നമുക്ക് നോക്കായിരുന്നില്ലേ എന്ന് ശാരദ വീണ്ടും പറയാം. അപ്പം ഗംഗയും കാവേരിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വിനീത് പറയും, ഗംഗെ നിങ്ങൾ എല്ലാവരും എന്തിനാ കാവേരിയെ കുറ്റപ്പെടുത്തുന്നത്? അവൾക്ക് മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. അവള് ശരിക്കും ഒരു പാവമാ എന്ന് പറയാം. അപ്പം ഗംഗ പറയും, പാവമൊക്കെ തന്നെയാണ്, പക്ഷെ അവൾക്ക് എടുത്തുചാട്ടം കൂടുതലുണ്ട്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് ഇനി എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? ആ ജയബാലൻ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഗംഗയും പറയാണ്. അവൾക്കൊരു വിചാരമുണ്ട്, അവൾക്ക് മാത്രമേ കുടുംബസ്നേഹം ഉള്ളൂ എന്ന്. എന്നിട്ട് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോരോ പ്രവൃത്തികൾ ചെയ്യും. അതിൻ്റെയൊക്കെ പരിണിത ഫലം പിന്നീട് എന്തായി തീരുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല എന്ന് പറയാം. എന്തായാലും വിനീതേട്ടൻ വാ എന്ന് പറഞ്ഞ് ഗംഗ വിനീതിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ജയബാലന്റെ വീട്ടിലേക്ക് മറ്റൊരു അതിഥി കൂടി വരുന്നുണ്ട്. മറ്റാരുമല്ല, രാഗിണി.
ബാംഗ്ലൂരിലെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി രാഗിണി തിരിച്ചു വരികയാണ്. അപ്പം ജയബാലൻ പറഞ്ഞ് കാര്യങ്ങളെല്ലാം അപ്പം ജയബാലന്റെ മകൾ രാഗിണിയും അറിയുന്നുണ്ട്. ജയബാലന്റെ മറ്റൊരു മുഖമാണ് കേട്ടോ രാഗിണി. അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു സ്വഭാവക്കാരിയാണ് രാഗിണി. അപ്പം ജയബാലൻ പറഞ്ഞ് കാവേരിയോടും നല്ല ദേഷ്യമാണ് രാഗിണി കേട്ടോ. അപ്പം രാഗിണി വന്നപ്പം തന്നെ നമ്മുടെ കാവേരി സ്കൂട്ടിയായിട്ട് ആ വഴിക്ക് വരുന്നുണ്ട്. രാഗിണി തൻ്റെ വണ്ടി, കാവേരിയുടെ വണ്ടിയെ പതിയെ ഒന്ന് ഇടിപ്പിക്കുകയാണ്. കാവേരി പെട്ടെന്ന് സ്കൂട്ടി മറിഞ്ഞ് താഴേക്ക് വീഴാം. അപ്പം രാഗിണി അതിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്തായാലും അടിപൊളിയായി. ഞാൻ നിന്നെ കൈ വെക്കാതെ തന്നെ എൻ്റെ മുന്നിൽ നീ മുട്ടുമടക്കിയല്ലോ എന്ന് കാവേരിയോട് രാഗിണി പറയാണ്. എന്താ എന്നെ ഓർമ്മയില്ലേ? ഞാൻ ജയബാലൻ്റെ മകൾ രാഗിണി എന്ന് പറയാം. പിന്നെ നിന്നെയൊക്കെ ഞാൻ മറക്കോ എന്ന് നമ്മുടെ കാവേരി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അങ്ങ് ചോദിക്കാം. നിന്റെ മുന്നിൽ ഞാൻ മുട്ടുമടക്കിയല്ലേ? അങ്ങനെയൊന്നും മുട്ടുമടക്കുന്നവളല്ലടി ഈ അരവിന്ദന്റെ മകൾ കാവേരി എന്നും പറഞ്ഞ് രാഗിണിയുടെ മൂക്ക് നോക്കി ഒരു മുഷ്ടി ചുരുട്ടി ഒരെണ്ണം നമ്മുടെ കാവേരി വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, നീയൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് എന്നിട്ട് കാവേരി പറയാം. രാഗിണി പെട്ടെന്ന് വീണു പോവാണ് കേട്ടോ. എന്നോട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മുന്നിലുള്ളവരെയൊക്കെ പ്രതികരിക്കണമെന്ന് ഈ കാവേരിക്ക് നന്നായിട്ട് അറിയാം. ഞാനേ അരവിന്ദന്റെ മകൾ കാവേരിയ. എന്താ ജയബാലന്റെ മകൾക്ക് എൻ്റെ സഹായം വേണോ എഴുന്നേറ്റ് വരാൻ എന്ന് ചോദിക്കുക. എന്തു പറഞ്ഞിട്ട് നീ എന്ന് ചോദിച്ചുകൊണ്ട് രാഗിണി ചാടി എഴുന്നേക്കാണ്. ഇനി ഈ രാഗിണി നാട്ടിൽ തന്നെ കാണും. എൻ്റെ അച്ഛന് തലവേദനയായി മാറിയിരിക്കുന്ന നിന്നെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി എന്ന് കാവേരിയോട് പറയോ. ഓ ആയിക്കോട്ടെ, മുന്നിൽ നിൽക്കുന്നത് ഈ കാവേരിയാണെന്ന് നിന്റെ അച്ഛനും ശരിക്കും അറിയാം. ഇത്രയും നാളും നിന്റെ അച്ഛൻ തലകുത്തി നിന്നിട്ടും ഈ കാവേരിക്ക് മുന്നിൽ ജയിക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ അയാൾ കുറെ നെറുകേടുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ എന്താണെന്ന് അയാൾ പോകെ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ കാവേരി കൊടുത്തോളാടി എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവളുടെ ഒരു അഹങ്കാരം അത് തീർത്തും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ 2 ചവിട്ടും ചവിട്ടി രാഗിണിയും തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പം രാഗിണിയുടെ തിരിച്ചു വരവ് ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ജയബാലനും ഭാര്യ പ്രവീണയും കൂടി. ആരതിയൊക്കെ ഒഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ മകളെ അകത്തേക്ക് ആനയിക്കുകയാണ് പ്രവീണ. രാഗിണിക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം സ്നേഹത്തോടെ ഊട്ടുകയും ചെയ്യുന്നുണ്ട്. അച്ഛാ, ആ കാവേരി ഇല്ലേ, അവളെ ഞാനിന്ന് കണ്ടിരുന്നു എന്ന് പറയാം. നീ എന്തിനാ മോളെ അവരോടൊക്കെ സംസാരിക്കാൻ പോയേ എന്നപ്പം പ്രവീണ ചോദിക്കുക. നമ്മുടെ ആജന്മ ശത്രുവായ അവളെ പിന്നെ ഞാനിന്ന് കാണാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? എൻ്റെ അച്ഛന് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയിരിക്കുന്നത് അവളല്ലേ? അവളങ്ങനത്തെ പെട്ടെന്ന് ഒതുങ്ങുന്ന ഒരു ടൈപ്പ് അല്ലല്ലോ അച്ഛാ എന്ന് ചോദിക്കാം. അരവിന്ദൻ്റെ മക്കളിൽ ഏറ്റവും എല്ലുകൂടിയതാ കാവേരി. അവളെ എങ്ങനെ ഒതുക്കണമെന്നൊക്കെ എനിക്കറിയാം. ഇനി തീരെ സഹിക്കാൻ വന്ന അവളെന്ന ജന്മത്തെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ജയബാലൻ പറയാം. അവരെ പറ്റിയൊക്കെ ചിന്തിച്ച് നീ നിന്റെ സമയം കളയാതെ നിന്റെ ഭാവി പ്ലാനുകളൊക്കെ എന്താ എന്ന് ചോദിക്കുക. ഇനി എന്ത് ഭാവി പ്ലാൻ എന്ന് അപ്പം രാഗിണി ചോദിക്കാൻ കേട്ടോ. ഇനി മോളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം അല്ല ജയബാലേട്ട എന്ന് പറയാം. അപ്പം ജയബാലൻ പറയും, പിന്നല്ലാതെ എത്രയും വേഗം എൻ്റെ മോളുടെ കല്യാണം അത് ഈ പുഷ്പവാടി കാണാത്ത രീതിയിൽ അത്യാഡംബരപൂർവ്വമായിരിക്കും ഞാൻ നടത്താൻ പോകുന്നത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പം രാഗിണിക്കും സന്തോഷമാവുകയാണെ. തൻ്റെ അച്ഛന് അത്രയേറെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് രാഗിണിക്ക് അറിയാം. ഇതേ സമയം രാജേശ്വരിക്കും വളരെ സന്തോഷ നാളുകളാണ് കേട്ടോ. രാജേശ്വരിയുടെ ഭർത്താവ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി രാജേശ്വരിയുടെ കൂടെ തന്നെ ശിഷ്ടകാലം കൂടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. തന്റെ ബിസിനസ്സുകളെല്ലാം അവിടുത്തെ അവസാനിപ്പിച്ചിട്ടാണ് മടക്കം. അപ്പം അച്ഛൻ വന്നതിൽ നമ്മുടെ നിവിനും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം വന്നു കഴിഞ്ഞ് രാജേശ്വരിയോട് കാര്യങ്ങളൊക്കെ തിരക്കുമ്പം നിവിന്റെ ചുറ്റിക്കളിയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എത്രയും വേഗം അവന്റെ കല്യാണം നടത്തണം രാഗിണി മോളുമായിട്ടുള്ളത്. ജയബാലേട്ടനും ഞാനും വാക്ക് പറഞ്ഞു വെച്ചിരിക്കുക. ഇനിയിപ്പം ഏട്ടൻ വന്ന സ്ഥിതിക്ക് ജയബാലേട്ടനോടൊന്ന് പോയി സംസാരിക്കണം എന്ന് ഭർത്താവിനോട് രാജേശ്വരി പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നീ പറയുന്നത് പോലെ രാജി, നിന്റെ ആങ്ങളയുടെ മകളാകുമ്പം എനിക്കും സന്തോഷം തന്നെയാ. എത്രയും വേഗം ഈ ബന്ധം നമുക്ക് നടത്താം. നമ്മുടെ മകന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധവാ ഇതെന്ന് പറയാം. അവനിവിടെ ചെറിയ ചുറ്റുകളിയൊക്കെ ഉണ്ട്. അതൊക്കെ അവൻ്റെ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ പെണ്ണ് കാവേരി, അവള് എൻ്റെ മകനെ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചിരിക്കുക. അതിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തണം. അതിന് രാഗിണി മോൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് രാജേശ്വരി പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ജയബാലൻ്റെ വീട്ടിൽ പോയി കല്യാണക്കാരിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പെട്ടെന്ന് രാഗിണി ഇറങ്ങി വരിക. എല്ലാവരും വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്ന കാണുമ്പം രാഗിണി ചോദിക്കും, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് പറയാം. ഗൂഢാലോചനയൊന്നും അല്ല മോളെ, നിന്റെ കല്യാണക്കാരി ഞങ്ങൾ സംസാരിക്കായിരുന്നു എന്ന് പ്രവീണ പറയാം. ആരാ എൻ്റെ വരൻ എന്ന് ചോദിക്കുക. അപ്പം മറ്റാരാ, ദേ ഈ രാജേശ്വരിയുടെ മകൻ നിവിൻ. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന വരനെ തന്നെയല്ല ഈ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. നിവിൻ, ഓ അവനെനിക്ക് എന്തായാലും ബെസ്റ്റ് ചോയ്സ് തന്നെ അച്ഛ എന്ന് രാഗിണിയും പറയാം. രാഗിണിക്കും നിവിനോട് കുഞ്ഞിലെ മുതൽ ഒരു പ്രണയമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ണുമടിച്ച രാഗിണി ആ ബന്ധത്തിന്
സമ്മതം പറയാണ്. അപ്പൊ രാജേശ്വരി തന്റെ മരുമകളെ സ്നേഹിച്ച് നിർത്താണ്. ആന്റിയുടെ വീട്ടിലേക്ക് ആന്റിയുടെ മരുമകളായി വരാൻ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ, അതിന്റെ സ്വന്തം വീട് തന്നെയല്ലേ എന്ന് രാഗിണി പറയാം. അങ്ങനെ നിവിന്റെ താല്പര്യമില്ലാതെ തന്നെ രാഗിണിയുടെയും നിവിന്റെയും കല്യാണം ഇരു കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിക്കാണ്. നിവിന് നമ്മുടെ വിനീതിന്റെ കടയിലേക്ക് ചെല്ലുകയാണ്. വിനീതിനോട് കാര്യങ്ങളൊക്കെ പറയാം. നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം, കാവേരിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നെങ്കിലും നീ ഒന്ന് അറിഞ്ഞെനിക്ക് തരണം എന്ന് പറയാം. എടാ, കാവേരി ആയിട്ട് ഉള്ള ബന്ധത്തെക്കാൾ നിനക്ക് എന്തുകൊണ്ട് നല്ലത് ഇത് തന്നെയാ. നിന്റെ വീട്ടിലും എല്ലാവർക്കും സമ്മതമാണ്. നിന്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് നിനക്ക് കാവേരി കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ തന്നെ ഒരിക്കലും നിന്റെ അമ്മ ആ കല്യാണം അംഗീകരിക്കില്ല, കാവേരിയെ മരുമകളായി കാണത്തുമില്ല. വെറുതെ എന്തിനാടാ ആ കുടുംബത്തിൽ ഇപ്പൊ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിനിടയിൽ കാവേരിക്ക് നീ ആയിട്ട് ഇനി ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കി കൊടുക്കണോ? ബ്രോ, അങ്ങനെ പറയരുത്. കാവേരി അല്ലാതെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് എനിക്ക് വേറെ ആരെയും കാണാനായിട്ട് സാധിക്കില്ല. അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാവേരിക്ക് മനസ്സിൽ എനിക്കൊരു സ്ഥാനവും ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാവേരിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരത്തില്ല എന്ന് പറയാം. നീ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് വാശിയോടെ നിവിന് വിനീതിനോട് പറയണം. അപ്പോൾ വിനീത് പറയും, ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കണമെന്നാ നീ പറയുന്നേ? അത് ഞാനൊരു കത്തെഴുതി തരാം, അതിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സ് മുഴുവനും തുറന്ന് ഞാൻ എഴുതിയിരിക്കാം. അത് നീ കാവേരിയെ ഏൽപ്പിക്കണം. അവളിത് വായിച്ചതിന് ശേഷം എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ ഞാൻ ഉൾക്കൊള്ളും എന്ന് പറയണം. അപ്പം വിനീത് മനസ്സോടുകൂടി അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിവിൻ തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു കത്തിലെഴുതി നിവിൻ വിനീതിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിൽ ആരും കാണാതെ ഇതിനെ എങ്ങനെ കാവേരിയുടെ കൈകളിൽ എത്തിക്കും എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നമ്മുടെ വിനീത് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ഗംഗയെ കാണാതെ അതെങ്ങനെയൊക്കെയോ വീട്ടിൽ അവരുടെ റൂമിൽ കൊണ്ടുവെക്കും. കാരണം വിനീത് വരുമ്പം കാവേരി വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ കറക്റ്റായിട്ട് നമ്മുടെ ഗംഗയുടെ കയ്യിൽ തന്നെ ആ കത്ത് കിട്ടും. അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിവിൻ കാവേരിക്ക് എഴുതിയതാണ് എന്ന് നമ്മുടെ ഗംഗയ്ക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഗംഗ നിവിനോട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. വിനീതേട്ടൻ ഈ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുക. വിനീതേട്ടൻ പണ്ടത്തെ ആളല്ല. പണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്താലും അതിന് വിനീതേട്ടൻ്റെതായ ന്യായങ്ങൾ കാണും. കൂട്ടുകാരന് വേണ്ടി സഹായം ചെയ്തു എന്ന് എല്ലാവരും കരുതും. പക്ഷേ ഇപ്പം വിനീതേട്ടൻ ആരാ എന്ന് ചോദിക്കുക. ഗംഗ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വിനീതേട്ടൻ ഈ കുടുംബത്തിലെ ആരാ എന്ന് ചോദിക്കുക. ഞാൻ ഗംഗയുടെ ഭർത്താവ്. അതെ, എൻ്റെ ഭർത്താവ്. ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മകളാ, അതായത് ഈ കുടുംബത്തിലെ മൂത്ത മരുമകൻ. അച്ഛൻ പോലും ഇല്ലാത്ത സമയത്ത് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യം നോക്കേണ്ട ആള് വിനീതേട്ടനല്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിനീതേട്ടനെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന വിനീതേട്ടന് എങ്ങനെ ഇങ്ങനൊരു തെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു? സ്വന്തം അനിയത്തിക്ക് തന്നെ പ്രേമലേഖനം എഴുതവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചുകൊണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട് ദൂത് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കാം. നിവിൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവനെ എതിർത്ത് എൻ്റെ അനിയത്തിയും നീയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം അവനെ സഹായിക്കാൻ നിൽക്കുന്നു. ഇപ്പം വിനീതേട്ടൻ ചെയ്ത പ്രവൃത്തി നിവിൻ്റെ കൂട്ടുകാരൻ്റെ ആയി ചെയ്യുന്ന കാര്യം മാത്രം, അല്ലാതെ ഈ കുടുംബത്തിലെ മരുമകൻ ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഇതിവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ വിനീതേട്ടൻ്റെ സ്ഥാനം എന്താ ഈ കുടുംബത്തിൽ എന്ന് ചോദിക്കാം. എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ വിനീതേട്ടനെ പറ്റി എന്ത് കരുതും? എന്തിന് കാവേരിയുടെ കയ്യിൽ വിനീതേട്ടൻ ഈ കത്ത് കൊടുത്തിരുന്നെങ്കിൽ എത്ര ചീപ്പായിട്ടാവും കാവേരി പോലും വിനീതേട്ടനെ കാണുന്നത്. ഇങ്ങനെയാണോ വിനീതേട്ടൻ പ്രതികരിക്കേണ്ടത് എന്ന് ചോദിക്കാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും നമ്മുടെ വിനീത ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സോറി ഗംഗെ, ഞാൻ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. ചിന്തിക്കണം വിനീതേട്ടാ. ഇനി ഓരോ കാര്യവും ചെയ്യുമ്പം വിനീതേട്ടൻ 100 വട്ടം ചിന്തിക്കണം. വിനീതേട്ടൻ ഇപ്പം ഈ കുടുംബത്തിലൊരു സ്ഥാനമുണ്ട്. ഇവിടെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. കാവേരിയുടെ മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് വിനീതേട്ടന്. അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴിക്ക് നയിക്കേണ്ട ആൾ തന്നെ. പ്രേമലേഖനം കൂട്ടുകാരന് വേണ്ടി കൊടുക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ആ കത്തെടുത്ത് നമ്മുടെ ഗംഗ തന്നെ കീറിപ്പറിച്ച് വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ വിനീതിന് വല്ലാതാകുന്നുണ്ടെങ്കിലും ഗംഗ പറഞ്ഞതിലും കാര്യമുണ്ട്. താൻ ഒരിക്കലും നിവിനെ സഹായിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് വിനീതിനും മനസ്സിലാകുകയാണ്. വിനീത് ഗംഗയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നിവിന്റെ ഇഷ്ടം ഇല്ലാഞ്ഞിട്ട് പോലും രാഗിണി നിവിനുമായിട്ട് അടുക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ കാവേരിയോട് നിവിനൊരു പ്രണയമുണ്ടെന്നുള്ള കാര്യം രാജേശ്വരി രാഗിണിയോട് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല ആന്റി, അവളെ ഒക്കെ എൻ്റെ വഴിയിലെ വെറും കല്ലുകളാ, അവളെയൊക്കെ എങ്ങനെ തെറിപ്പിച്ച് കളയണമെന്ന് ഈ രാഗിണിക്ക് നന്നായിട്ട് അറിയാം. നിവിനെ പോലെ ഒരാളെ ആഗ്രഹിക്കാൻ പോലും എന്തർഹതയാ അവക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് രാഗിണിയോട് നിവിന്റെ കാര്യം തനിക്ക് വിട്ടേക്ക്, നിവിൻ ഇനി തനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്ന് രാഗിണി രാജേശ്വരിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം രാജേശ്വരിക്ക് സമാധാനം ആവുകയാണ്. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവക്കാരിയാണ് രാഗിണി എന്ന്
രാജേശ്വരിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ കാവേരി കാണിക്കാനായിട്ട് കാവേരിയുടെ വീട്ടിലുള്ളവരുടെ മുന്നിൽ നിവിൻ്റെ പിന്നാലെ ബൈക്കിൽ പോകുന്നതും അപ്പം ഒരു ദിവസം നമ്മുടെ നിവിൻ്റെ കൂടെ തന്നെ നിവിന് ഇഷ്ടമില്ലെങ്കിലും വലിഞ്ഞു കയറി രാഗിണി പോകുന്നതാ. അപ്പം ആ വഴി ഗംഗ പോകുന്ന കാണുമ്പം താനും നിവിനും തമ്മിൽ അഗാധമായ പ്രണയമാണ് എന്ന് കാണിക്കാൻ വേണ്ടി നിവിനോട് ചേർന്നിരുന്ന് കെട്ടിപ്പിടിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഈ കാഴ്ച കൂടി ഗംഗ കാണുമ്പം നിവിനോടുള്ള ഗംഗയുടെ എല്ലാ താല്പര്യവും കുറയാണ്. തൻ്റെ അനീതിയുടെ പിന്നാലെ സ്നേഹമെന്ന് പറഞ്ഞ് നടന്നിട്ട് വേറൊരു പെണ്ണിനെയും കെട്ടിപ്പിടിച്ചു പോകുന്ന ഇവനാണോ കാവ്യരോട് ആത്മാർത്ഥ പ്രണയം ഉള്ളത്? താൻ ചെയ്തത് തന്നെയാണ് ശരി. ആ കത്ത് തൻ്റെ അനീതിയുടെ കൈകളിൽ എത്താതിരുന്നത് എന്തുകൊണ്ട് നന്നായി എന്ന് ഗംഗയ്ക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ. പക്ഷെ നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണം ഉറപ്പിച്ച കാര്യം അറിയുമ്പം നമ്മുടെ കാവേരിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. നിവിനോട് കാവേരിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാവരുടെ എതിർപ്പുകൾ കാരണമാണ് കാവേരി തൻ്റെ പ്രണയം പുറത്തേക്ക് പറയാതിരുന്നത്, നിവിനോട് തുറന്ന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നത് കേട്ടോ. പക്ഷെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിയുന്നതോടുകൂടി കാവേരിക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. തൻ്റെ അച്ഛൻ്റെ മരണശേഷം തനിക്ക് ഏറ്റവും കൂടുതൽ താങ്ങാവുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളാണ് നിവിന്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും തനിക്ക് സഹായമായി മാറിയതും നിവിനാണ്. ആ നിവിന് തന്നോട് കാണിച്ച പ്രണയമൊക്കെ വെറുതെ ആയിരുന്നോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നുണ്ട്. ഇതേസമയം നിവിൻ കാവേരിയുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതും കാവേരിയോട് സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരും ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ